ഡോക്ടർ ജിൻഡോ ജോൺ, ഇങ്ങനെ നിങ്ങൾ ഈ വിസ്മയങ്ങൾ ഇങ്ങനെ വരിവരിയായി വരുന്നത് കാത്ത് കണ്ണു നിറഞ്ഞ് കണ്ണ് മിഴിഞ്ഞു നിൽക്കുന്നതിനിടെയാണല്ലോ നിങ്ങളുടെ എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ പ്രധാനപ്പെട്ട എന്നൊരു വാക്കല്ല ഇന്ന് ഫേസ്ബുക്കിലേക്ക് ഉപയോഗിച്ചത് എങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരാൾ കൃത്യം പിന്നിൽ നിന്നൊരു കുത്തു തരുന്നത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് കേരളത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് അടുത്ത തവണയും അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നുള്ളത്. നിങ്ങൾക്ക് അതുണ്ടാക്കുന്ന ഡാമേജ് പിന്നെയും അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയൊന്നും നിങ്ങളെ സ്പർശിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അത് 100% ഞങ്ങൾ വിചാരിക്കുന്നു മണിശങ്കർ അയ്യർ കേരളത്തിലെ സാധാരണക്കാരുമായിട്ട് ഇടപഴകട്ടെ. ഞങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളാണ്, നിരന്തര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച വാക്ക് ഒട്ടും മോശമല്ലാത്തൊരു വാക്കാണ്. ദരിദ്രൻ എന്നാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ ദാരിദ്ര്യമാണ് അദ്ദേഹത്തിന്. സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് അല്പബുദ്ധി മാത്രമാണ്, ബോധ്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന് മൂന്നാമതൊരു ഊഴം കിട്ടുമെന്ന് അദ്ദേഹം വിമാനത്തിൽ പറന്നിറങ്ങി അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ ഇരുന്ന സ്ഥാനത്തിരിക്കുന്ന KC വേണുഗോപാലിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം അത്രയും വലിയ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഈ പാർട്ടിയുടെ പ്രതാപകാലത്ത് സർവ്വ സൗകര്യങ്ങളും സന്നാഹങ്ങളും പറ്റി ജീവിച്ച അദ്ദേഹം ഇന്ന് ഈ പാർട്ടി ഇതുപോലെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന കാലത്ത് അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്രസ്സ് ചെയ്ത പോലെയുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചില്ല. അതും കൂടി കേട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി കടത്തി പറയാമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുക. കാരണം സാധാരണ കോൺഗ്രസ്സുകാരുടെ സങ്കടം മനസ്സിലാകില്ല ഇവർക്ക്. ഇവരെപ്പോലുള്ള ആളുകളല്ല കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകളാണ്, സാധാരണക്കാരാ. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ, പാർട്ടി ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, തോറ്റപ്പോൾ പോലും 3 ടേം ദേശീയ തലത്തിലും 2 ടേം കേരളത്തിലും തോറ്റപ്പോൾ പോലും ഈ പാർട്ടി വിട്ടുപോകാതെ അവസാനം വരെ ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരുടെ സങ്കടങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മണിശങ്കർ അയ്യർക്ക് കേരളത്തെക്കുറിച്ച് യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാത്ത അഭിപ്രായമാണ് പറയുന്നത്. മണിശങ്കർ അയ്യർ പറഞ്ഞത് ശരിയാണെങ്കിൽ ആരുടെ ഒപ്പമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്? അതിനു മുമ്പ് അദ്ദേഹം കൈയാളിയിരുന്ന പദവി എന്തായിരുന്നു? രാജീവിന്റെ സ്വപ്നങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ബാല്യവും കൗമാരവും ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രതിപത്തിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് രാജീവിന്റെ ഓഫീസ്, രാജീവ് ഗാന്ധിയുടെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിനെ പറ്റി ധാരണ വേണമല്ലോ. അദ്ദേഹത്തിന് ശരി കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപക്ഷെ ധാരണയുണ്ടാകില്ല എന്ന് അങ്ങേക്ക് പറയാം. പക്ഷെ കോൺഗ്രസിനെ കുറിച്ച് ധാരണ വേണമല്ലോ. കോൺഗ്രസ് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുകയാണെന്ന് അറിയാമല്ലോ. ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകും, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും എന്ന് പറയുക? അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് കോൺഗ്രസിനെ കുറിച്ചും ധാരണയില്ല, അദ്ദേഹത്തിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ബോധ്യമില്ല, അദ്ദേഹത്തിന് പിണറായി വിജയനെ കുറിച്ചും യാതൊരു ധാരണയുമില്ല. അദ്ദേഹം രാജീവിനോടൊപ്പം വന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല. രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞാലും, പിണറായി വിജയൻ തുടരണമെന്ന് രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞാലും കേരളത്തിലെ സാധാരണ മനുഷ്യർ അംഗീകരിക്കില്ല. പിന്നെയാണോ മണിശങ്കർ അയ്യർ? ആരാ മണിശങ്കർ അയ്യർ? ഇദ്ദേഹത്തെ കുറേ കാലമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്തെ പക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു പോരാട്ട ഭൂമിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നിവർന്നു നിന്ന് പോരാടുന്ന സമയത്ത് അപ്പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രചരണം നയിക്കാനായിട്ട് നാവൂരിയാടുന്ന ആളുകൾ, അവരെ കോൺഗ്രസ് ആയിട്ട് ഞങ്ങൾ കാണുന്നില്ലല്ലോ. അവരെ കോൺഗ്രസ് ആയിട്ട് മാധ്യമങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ അവരെ കോൺഗ്രസ് ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. കോൺഗ്രസ് ആയിട്ട് അവശേഷിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യർ പോരാടുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ ജയത്തിന്, ഭരണ നേട്ടത്തിന് വേണ്ടി മാത്രമല്ലെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമല്ല. അതുകൊണ്ട് മണിശങ്കർ അയ്യർ പറഞ്ഞത് അത്ര തന്നെ, അദ്ദേഹം പറഞ്ഞ അതേ വാക്കുകൾ അതേപോലെ തന്നെ അത്ര തന്നെ ആഴത്തിൽ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഞങ്ങൾ വിട്ടുകളയുകയാണ്. അതിലൊന്ന് പുറകെ നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. അദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷവും അതിന് പിന്നും നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ, ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ കോൺഗ്രസും UDF കേരളത്തിൽ ജയിക്കില്ലായിരുന്നു. പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടെങ്കിൽ ജയിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തരംഗം മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരെ കുറിച്ചിട്ടൊന്ന് പഠിക്കണം. ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാത്രം പഠിച്ച് കോൺഗ്രസ് ആകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സാധാരണക്കാർ വേർത്തൊലിച്ച് പണിയെടുക്കുന്ന സാധാരണക്കാരുടെ ഒരിക്കലെങ്കിലും ഒന്ന് മുദ്രാവാക്യം വിളിക്കട്ടെ മണിശങ്കർ അയ്യർ, ഒരിക്കലെങ്കിലും ഒന്ന് കൊടി പിടിച്ച് സമരം ചെയ്യട്ടെ, പോസ്റ്റർ ഒട്ടിക്കട്ടെ. മണിശങ്കർ അയ്യർ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊന്ന് തെരുവിൽ ഇറങ്ങി ഒന്ന് പോരാടട്ടെ. ഇതൊന്നും ചെയ്യാതെ ഇവരുടെ വിടുവായുത്തം കൊണ്ട് നഷ്ടപ്പെട്ട ഭരണം, ഇവർ പ്രതാപകാലത്ത് ഇവർ ചെയ്തിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ചില കുഴപ്പങ്ങൾ, അതിൻ്റെ ഒക്കെ പാപഭാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് പോരാട്ടം നയിക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. ഞങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തെ വിട്ടുകളയുകയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. ഇനി